ഹായ് ഗൈസ്, ഓൾ ഇക്വേഷൻ ആൻഡ് ന്യൂമറിക്കലിലെ സെക്കൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ 4 ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 5 അതായത് വർക്ക് എനർജി പവർ, ചാപ്റ്റർ 7 ഗ്രാവിറ്റേഷൻ, ചാപ്റ്റർ 8 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആൻഡ് ചാപ്റ്റർ 10 തെർമൽ പ്രോപ്പർട്ടീസ്. ഈ ചാപ്റ്ററിലെ എല്ലാ ഇക്വേഷൻസും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് NCERT ബേസ്ഡ് ആയിട്ടും കൂടിയുള്ള ന്യൂമറിക്കൽസ് ആണ് ചെയ്യുന്നത് കേട്ടോ. സോ ലെറ്റ്സ് ബിഗിൻ. എല്ലാ ക്വസ്റ്റ്യൻസും PYQs ആണ്. സോ ഇക്വേഷൻസ് ഒന്ന് വളരെ ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണെങ്കിൽ F = Gm1m2 / r² എന്നാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയായി ബന്ധപ്പെട്ട് G = Gm/r² നിങ്ങൾ എന്തായാലും പഠിക്കണം. ഇനി ഹൈറ്റിൻ്റെ കേസിൽ ഹൈറ്റിലുള്ള വേരിയേഷൻ GH = Gr² / r+h² എന്നാണ് ഒറിജിനൽ ഇക്വേഷൻ പഠിക്കുക. ഇനി H വെരി വെരി ലെസ് ദാൻ R ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? G × 1 - 2h/r യൂസ് ചെയ്യാം. ഓക്കെ, അത് ഹൈറ്റ് വളരെ ചെറിയ കേസിലാണ്, പക്ഷേ ഒറിജിനൽ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി എന്ന് ഞാൻ പറയുന്നു. ഡെപ്തിൻ്റെ കേസിൽ ഒറ്റ ഇക്വേഷൻ ഉള്ളൂ, G × 1 - d/r എന്ന് പഠിക്കുക. ഇനി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ -Gm/r എന്നാണ്. R എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ആൻഡ് എസ്കേപ്പ് വെലോസിറ്റി ആണെങ്കിൽ √Gm/r എന്നാണ്. ഒരാൾക്ക് മറ്റൊരു ഫോം കൂടിയുണ്ട്, √2gr എന്നും വേണമെങ്കിൽ പഠിക്കാം. ഓക്കെ, ഇനി സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ട 3 ഇക്വേഷൻസ് ആണ്. ഒന്ന് ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ്. ഓർബിറ്റൽ വെലോസിറ്റി VO = √Gm/r+h. ഇതിൻ്റെ ഒറിജിനൽ ഇക്വേഷൻ ആണ്. H = 0, അതായത് വളരെ ചെറുതാണെങ്കിൽ H-ന് 0 കൊടുത്താൽ √Gm/r എന്നുള്ള വാല്യൂ കിട്ടും. ഇനി ടൈം പീരീഡ് ആണെങ്കിൽ 2π√r+h³ / Gm എന്നാണ്. ഇനി ഹൈറ്റ് വളരെ കുറവാണെങ്കിൽ ക്ലോസ് സാറ്റലൈറ്റ് ആണെങ്കിൽ H-ന് 0 കൊടുത്താൽ T = 2π√r³ / Gm എന്ന് കിട്ടും. ഇനി എനർജി ഓഫ് സാറ്റലൈറ്റ് -12 Gm/r+h എന്ന് കൊടുക്കാം. ഹൈറ്റ് വളരെ കുറവാണെങ്കിൽ H-നെ നമുക്ക് എടുത്ത് ഒഴിവാക്കുന്നതിനും കുഴപ്പമില്ല. അപ്പോൾ എനർജി ഓഫ് സാറ്റലൈറ്റ് നെഗറ്റീവ് ഓഫ് ഇറ്റ്സ് കൈനറ്റിക് എനർജിയും കൂടി ഓർത്ത് വെക്കാം. ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് കേട്ടോ. What happens to gravitational force between two bodies when mass of one of the body, ഒരാളെ ബോഡിയുടെ മാസ് ഡബിൾ ചെയ്തു ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് ഹാഫ്ഡ്. അതായത് ആദ്യത്തെ കേസിൽ Gm1m2/r², രണ്ടാമത്തെ കേസിൽ ഒരാളെ മാസ് ഡബിൾ ചെയ്തു, ഞാൻ M1 ഡബിൾ ചെയ്തു, അപ്പോൾ G = 2m1, M2 സെയിം തന്നെ. ഇനി ഡിസ്റ്റൻസ് ഹാഫ് ചെയ്തുകൊണ്ട് ഇവിടെ R ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? r/2 ആയിരിക്കും. അപ്പോൾ r/2 ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. 2നെ ഞാൻ ആദ്യം എഴുതി 2 × Gm1m2 / r², r² ഡിവൈഡഡ് ബൈ 2ൻ്റെ സ്ക്വയർ 4. ഈ 4 മുകളിലോട്ട് പോയാൽ 8 ആവും. 8 Gm1m2 / r². Gm1m2 / r² എന്ന് പറഞ്ഞാൽ ആരാ? ദാറ്റ് ഈസ് F. അപ്പോൾ 8 ടൈംസ് F. അപ്പോൾ ഫോഴ്സ് എന്ത് ചെയ്യും? ഫോഴ്സ് 8 ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് G. മൈ ബാഡ്, ഈ ക്വസ്റ്റ്യൻ അല്ല, ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് G അറ്റ് ഹൈറ്റ് ഈക്വൽസ് ടു റേഡിയസ് ഓഫ് എർത്ത്? എർത്തിൻ്റെ റേഡിയസ് അത്രയും ഈക്വൽ ആയിട്ടുള്ള ഹൈറ്റ് പോകുമ്പോൾ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി എത്രയെന്നാണ്. അപ്പോൾ ഒറിജിനൽ ഇക്വേഷൻ യൂസ് ചെയ്യാം കേട്ടോ. GH = Gr² / r+h² എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ കൊടുക്കാൻ പോകുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ H-ൻ്റെ വാല്യൂ R എന്നാണ് അല്ലേ, റേഡിയസ് ഹൈറ്റിന് ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ Gr² /r ആഡ് ചെയ്തു 2r² വരും. 2r² എന്ന് പറഞ്ഞാൽ 4r² വരും. r² ക്യാൻസൽ ചെയ്തു. സോ GH = G/4. വേണമെങ്കിൽ 9.8 / 4 എന്ന് കൊടുക്കാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ള ഹോംവർക്കാണ് കേട്ടോ. ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്, ചെയ്തു നോക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ യു ക്യാൻ ആസ്ക് മീ ഹിയർ 9446634165, അല്ലെങ്കിൽ നിങ്ങൾക്ക് suhail.physics എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റയിലും ഡൗട്ട് ചോദിക്കാം കേട്ടോ. ശരി, അപ്പോൾ ഇത് ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കണേ, പ്രോബ്ലംസ് വരാറുണ്ട്. ഇനി ഡെപ്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് G അറ്റ് ഡെപ്ത് 400 km ഫ്രം ദ സർഫസ്. സർഫസിന് 400 km അടിയിലെ ഡെപ്ത് ആണ്. ബാക്കി ക്വസ്റ്റ്യൻ വെയിറ്റ് ആദ്യം ചെയ്യാം. ഡെപ്തിൻ്റെ ഡയറക്റ്റ് ഇക്വേഷൻ ആണ് GD = G × 1 - d/r. അതിൽ Gൻ്റെ വാല്യൂ ഒക്കെ ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ ഞാൻ പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടേ ചെയ്യേണ്ട ആവശ്യമില്ല. G എന്ന് തന്നെ എഴുതാം. 1 - d ക്ക് പകരം 400 / 6400 എർത്തിൻ്റെ റേഡിയസ്. അതറിയണം, എർത്തിൻ്റെ റേഡിയസ് 6400. ക്യാൻസൽ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് പോയാൽ 1/6 ആവും. ഞാൻ ഇവിടെ ചെയ്യുന്ന മെത്തേഡ് 1 - 1/6 എന്ന് പറഞ്ഞാൽ 15/6 ആവും. അപ്പോൾ 15/16 ഈസ് ഇൻറ്റു G എന്ന് എഴുതിയാൽ മതി. Gൻ്റെ വാല്യൂ 9.8 ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല, അത്ര മതി. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് വാട്ട് വിൽ ബി ദ വെയിറ്റ് ഓഫ് ദ ബോഡി വെയിങ് 98 ന്യൂട്ടൺ. 98 ന്യൂട്ടൺ എവിടെ എർത്തിൻ്റെ സർഫസിലൊരു ബോഡിക്ക് എന്താണ് ഈ ഒരു ഡെപ്തിൽ എത്ര ആയിരിക്കും വെയിറ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം വെയിറ്റ് സാധാരണ കേസിൽ വെയിറ്റ് = mg. ഇത് സർഫസിലാണ്. ഇനി ഡെപ്തിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? WD = മാസ് ഇൻറ്റു അവിടുത്തെ ആക്സിലറേഷൻ ഗ്രാവിറ്റി GD എന്ന് കൊടുക്കാം. ശരി, ഇക്വേഷൻ 2 എടുത്തു. ഞാൻ 2/1 ചെയ്യുന്നു. 2/1 ചെയ്യുന്നു. അപ്പോൾ WD / W ചെയ്തു. WD / W. അപ്പോൾ RHS ഞാൻ ചെയ്യുന്നു mgd / mg. അപ്പോൾ m ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ആരാ? GD/G. സോ ഇത് രണ്ടും എഴുതിയല്ലോ, ഇക്വേഷൻ എഴുതിയല്ലോ. ഇനി നമുക്ക് അറിയുന്ന കാര്യം എന്താ? നമുക്കറിയാം ഇയാളെ വെയിറ്റ് എത്ര? ദാറ്റ് ഈസ് 98 ന്യൂട്ടൺ സർഫസിൽ. അപ്പോൾ WD / 98.
ജിയുടെ വാല്യൂ നമ്മൾ 15/16 ഇൻറ്റു ജി എന്ന് എഴുതി. ഇനി ഇവിടെ ജി എന്ന് എഴുതി. അതുകൊണ്ടാണ് ഞാൻ ജി എഴുതാത്ത കേട്ടോ, ക്യാൻസൽ ഔട്ട് ചെയ്ത്. ഈ ജിയും ക്യാൻസൽ ചെയ്ത് 98 അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത്. സോ 98 ഇൻറ്റു 15/16. കാൽക്കുലേറ്റർ അടിച്ചത് ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യണേ. ആൻഡ് യൂണിറ്റ് എന്തായിരിക്കും? ഇറ്റ് ഷുഡ് ബി ഇൻ ന്യൂട്ടൺ. അതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കിട്ടിയെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം, മറന്നു പോയത്. ഫ്രണ്ട്സിനൊക്കെ ഇപ്പം തന്നെ ഷെയർ ചെയ്തൊക്കെ. ക്ലാസ്സിലെ A+ കുട്ടികൾക്കും നിങ്ങൾ പഠിക്കണം ആഗ്രഹം എന്നുള്ള എല്ലാവർക്കും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്താലേ എത്തൂ, അല്ലെങ്കിൽ ഇത് റീച്ച് കിട്ടില്ല. കാരണം ഇത് അങ്ങനത്തെ ഒരു വീഡിയോ ആണ്, കുറച്ച് ലെവൽ കൂടിയ ചോദ്യങ്ങളാണ്, ന്യൂമറിക്കൽസ് ആണ്. അപ്പോൾ പഠിക്കാതെ അങ്ങനെ ഉഴപ്പി നടക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്കൊന്നും ഇത് വലിയ താല്പര്യം ഉണ്ടാവില്ല. സോ നിങ്ങൾ വേണം ഇത് മാക്സിമം പേരിലേക്ക് എത്തിക്കാൻ കേട്ടോ. സോ നിങ്ങളായിരിക്കണം ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ. അടുത്ത ചോദ്യമാണ്, അറ്റ് വാട്ട് ഹൈറ്റ് അബവ് ദ എർത്ത് സർഫസ് ദ വാല്യൂ ഓഫ് ജി ഈസ് സെയിം ആസ് ഇൻ 100 കിലോമീറ്റർ ഡെപ്ത്. നല്ല ക്വസ്റ്റ്യൻ വായിക്കുക. എർത്തിൻ്റെ ഒരു ഹൈറ്റ്, ഏതോ ഒരു ഹൈറ്റിൽ, ആ ഹൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 100 കിലോമീറ്റർ ഡെപ്തിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? GHൻ്റെ വാല്യൂ GDൻ്റെ വാല്യൂ ഈക്വലാണ്. ഹൈറ്റിലും ഡെപ്തിലും ഈക്വൽ ആവുന്ന കേസാണ്. അപ്പോൾ ഇത് വലിയ ഹൈറ്റ് ഒന്നും ആവില്ല, അപ്പോൾ സ്മോൾ ഹൈറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് GHൻ്റെ ആ ഒരു H വാല്യൂ >R കേസ് എടുക്കുക അല്ലേ. അപ്പോൾ G × 1 - 2h/r എഴുതാം. അത് GDൻ്റെ ഇക്വേഷൻ കൂടെ ഇക്വേറ്റ് ചെയ്യുന്നു. ആരൊക്കെ ക്യാൻസൽ ഔട്ട് ചെയ്യും? G ക്യാൻസൽ ചെയ്തു, 1 ക്യാൻസൽ ചെയ്തു, മൈനസ് പോയി, 6 പോയി. ബാക്കി ആരാ? 2h = d. അപ്പോൾ ഈ ഇക്വേഷൻ വേണമെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താലും മതി കേട്ടോ. ഇങ്ങനത്തെ കേസിൽ ഹൈറ്റും ഡെപ്തിലുള്ള ആക്സലറേഷൻസ് ഈക്വൽ ആവുന്ന കേസിൽ 2h = d എന്ന് എഴുതിയാലും മതി. ഓർ h = d/2. ഡെപ്ത് 100 ആണ്, /2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 50 കിലോമീറ്റർ. ഈസി അല്ലേ? ഹാപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സന്തോഷം നിങ്ങളെ അറിയിക്കണം. ഇതൊക്കെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. Find the orbital velocity of closest satellite for which escape velocity is 10 km/s. അതായത് ഒരു പ്ലാനറ്റ് ഉണ്ട്. ആ പ്ലാനറ്റിൻ്റെ എന്താണ് എസ്കേപ്പ് വെലോസിറ്റി? ക്വസ്റ്റ്യൻ ഞാൻ ചെറിയ മിസ്റ്റേക്ക് വരുത്തി. ഒരു പ്ലാനറ്റ് ഉണ്ട്. ആ പ്ലാനറ്റിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി എത്രയാണ്? എസ്കേപ്പ് വെലോസിറ്റി 10 km/s. ആ പ്ലാനറ്റിൻ്റെ ക്ലോസസ്റ്റ് സാറ്റലൈറ്റ്, ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് കറങ്ങാൻ പറ്റിയ സാറ്റലൈറ്റിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി എസ്കേപ്പ് വെലോസിറ്റി നമ്മൾ റിലേഷൻഷിപ്പ് നമുക്കറിയാം. എസ്കേപ്പ് വെലോസിറ്റി √2 ടൈംസ് ഓർബിറ്റൽ വെലോസിറ്റി. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി എന്താ? എസ്കേപ്പ് വെലോസിറ്റി /√2. അപ്പോൾ ഈ പ്ലാനറ്റിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി 10 km/s ആണ്, ഡിവൈഡഡ് ബൈ √2. ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേ. എത്ര km/s ആണെന്ന് വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ. അതൊക്കെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം നിങ്ങൾക്ക്, ഡോണ്ട് വറി. ഇനി നമ്മൾ നേരെ വർക്ക് എനർജി പവർ, നമ്മൾ ചാപ്റ്റർ നമ്പർ 5 WEP വർക്ക് എനർജി പവറിലോട്ട് പോവുകയാണ്. വർക്ക് എനർജി പവർ നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻസ്, ഒന്ന് വർക്കിൻ്റെ ഇക്വേഷൻ തന്നെയാണ് F.S or Fs cos θ. ഇനി എനർജിയുമായി ബന്ധപ്പെട്ട് കൈനറ്റിക് എനർജി = ½ mv² ആണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ mgh, നിയർ ദ സർഫസ് ഓഫ് എർത്ത് ആണെങ്കിൽ mgh, സ്പ്രിംഗ് പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ എലാസ്റ്റിക് അല്ലെങ്കിൽ സ്പ്രിംഗ് പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ ½ kx², വേണമെങ്കിൽ മൈനസ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മാഗ്നിറ്റ്യൂഡ് വൈസ് ഇതാണ്. ഇനി വർക്ക് എനർജി തിയറം പ്രകാരം വർക്ക് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി വിച്ച് ഈസ് ഈക്വൽ ടു ½ m × v² - u². ഇനി അതേപോലെ കൈനറ്റിക് എനർജിയും ലീനിയർ മൊമെന്റ് നമ്മൾ റിലേഷൻഷിപ്പ് പഠിക്കുക. കൈനറ്റിക് എനർജി = ½ p²/m. ഇനി പൊട്ടൻഷ്യൽ എനർജി ലീനിയർ മൊമെന്റ് ആണെങ്കിൽ p = √2 mk. ഇവർ ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി, അതിന് p കണ്ടാൽ മതി. ഇനി കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ അതിൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ ഈ പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും സമ്മ് എന്തായിരിക്കും? എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിൻ്റെയും സമ്മ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജിയും ഫൈനൽ കൈനറ്റിക് എനർജിൻ്റെയും സമ്മിന് ഈക്വൽ ആയിരിക്കും. UI + KI = UF + KF. പ്രോബ്ലത്തിലൊക്കെ വേണം അപ്ലൈ കേട്ടോ. ഇനി അടുത്ത് പവറിൻ്റെ ക്വസ്റ്റ്യൻ. പവർ ആണെങ്കിൽ വർക്ക് ബൈ ടൈം, അല്ലെങ്കിൽ എനർജി ട്രാൻസ്ഫേർഡ് ബൈ ടൈം, അല്ലെങ്കിൽ F.V എന്ന് പറയാം കേട്ടോ. ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, എന്താണ്? കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിരിക്കണം. കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ F.V, കോൺസ്റ്റന്റ് ഫോഴ്സിൽ മാത്രം നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇനി നേരം പ്രോബ്ലത്തിലോട്ട് പോകാം. ഫൈൻഡ് ദ വർക്ക് ഡൺ വെൻ 10 Newton ഫോഴ്സ് മേക്സ് എ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് 10 meter വെൻ ആക്റ്റഡ് ഓൺ 60 degree. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ബോഡി ഉണ്ട്, ഒരു ബോഡീൻ്റെ മുകളിൽ ഇങ്ങനെ 10 Newton ഫോഴ്സ് ആക്ട് ചെയ്തു. അപ്പോൾ 10 meter ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. അവർക്കിടയിലുള്ള ആംഗിൾ 60 degree എന്നാണ് പറഞ്ഞത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. വർക്ക് ഈസ് ഈക്വൽ ടു Fs cos θ. മാഗ്നിറ്റ്യൂഡ് വന്നിട്ടുണ്ട്. ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് 10 ആണ്, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് 10 ആണ്. cos 60 ദാറ്റ് ഈസ് 1/2. സോ ഇറ്റ് ഈസ് 10 × 10 100 × 1/2 50 joules. യൂണിറ്റ് ജൂൾസ് ആണ് കേട്ടോ. അടുത്ത കാർ ഈസ് മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ്. കോൺസ്റ്റന്റ് സ്പീഡിലാണ് പുള്ളി മൂവ് ചെയ്യുന്നത്. ഇഫ് ഇറ്റ്സ് ലീനിയർ മൊമെന്റം ഈസ്, ലീനിയർ മൊമെന്റം വന്നിട്ടുണ്ട് അല്ലേ? ലീനിയർ മൊമെന്റത്തിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ഇസ് കൈനറ്റിക് എനർജി? മാസും ഇവിടെ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് കൈനറ്റിക് എനർജിയും ലീനിയർ മൊമെന്റും നമ്മുടെ റിലേഷൻഷിപ്പാണ്. കൈനറ്റിക് എനർജി = ½ p²/m. ആ ½ × p-ൻ്റെ വാല്യൂ എത്ര? ലീനിയർ മൊമെന്റ് തന്നിരിക്കുന്നത് 20 × kg/m/s. അതായത് SI യൂണിറ്റ് തന്നെ. അപ്പോൾ 20² എന്ന് എഴുതിയാൽ മതി, ഡിവൈഡഡ് ബൈ മാസ് എത്ര? 1000. കാൽക്കുലേറ്റ് ചെയ്ത് വന്നാൽ യു വിൽ ഗെറ്റ് 0.2 joules. കാൽക്കുലേഷൻ നോക്കണേ, പെട്ടെന്ന് നോക്കണം. ഞാൻ ലാസ്റ്റ് മൊമെന്റിൽ ചെയ്താണ്. ഒന്ന് ചെക്ക് ചെയ്യണേ, ഫൈൻ കറക്റ്റ് ആണോ? ഒന്ന് തെറ്റാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. നിങ്ങൾ
കാണുമെങ്കിൽ മാത്രം കേട്ടോ. യെസ്, അപ്പോൾ അടുത്ത് പെട്ടെന്ന് ചെയ്താട്ടോ, അപ്പോൾ ഞാൻ റീചെക്ക് ചെയ്തിട്ടില്ല. വാട്ട് ഈസ് എ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോൾ ഓഫ് മാസ് 10 കിലോഗ്രാം പ്ലേസ്ഡ് 10 മീറ്റർ എബോവ് ദ സർഫസ് ഓഫ് എർത്ത്? ഡയറക്റ്റ് ചോദ്യമാണ്. ഒരു 10 കിലോ ഉള്ള ഒരു ബോൾ ഗ്രൗണ്ടിൽ നിന്ന് 10 മീറ്റർ ഹൈറ്റിൽ വെക്കുന്നു. ഈ സമയത്ത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമുക്ക് അസ്യൂം ചെയ്യാം. വേണം 9.8 എടുക്കാം, ഇറ്റ്സ് അപ് ടു യു. അപ്പോൾ യു ഈക്വൽ ടു mgh 10 × 10 ജീൻ്റെ വാല്യൂ 10 എടുക്കാം, 9.8 എടുക്കാം. 9.8 എടുത്താൽ യു വിൽ ഗെറ്റ് 980, 10 എടുത്താൽ 1000 ജൂൾസ്. യൂണിറ്റ് എഴുതണം, ജൂൾസ് ആയിരിക്കും. ഡയറക്റ്റ് ചോദ്യമാണ്, 1 മാർക്ക് ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഇനി പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ് ഹൂ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ തന്നിട്ടുണ്ട് അല്ലേ. സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ 200 ന്യൂട്ടൺ പെർ മീറ്റർ തന്നിട്ടുണ്ട്. സ്ട്രെച്ച്ഡ് ബൈ 0.8, അതായത് ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട് 0.8 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു -12 kx യൂസ് ചെയ്യാം, ½ kx യൂസ് ചെയ്യാം, മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും പോലെ. അപ്പോൾ ½ ഇൻറ്റു കെൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഡിസ്പ്ലേസ്മെന്റ് 0.8 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0.8ൻ്റെ സ്ക്വയർ എത്ര? അയ്യോ ഇത് തെറ്റല്ലേ, ഞാൻ ചെയ്ത് തെറ്റല്ലേ, ഇതിൻ്റെ വാല്യൂ എത്രടാ? ഇതിൻ്റെ എത്ര? 0.64 അല്ലേ? ഞാൻ പറയാം, റീച്ച് ചെയ്താൽ രാവിലെ ഉറങ്ങാതെ ചെയ്താട്ടോ. അപ്പോൾ ദിസ് ഈസ് 64 ജൂൾസ്, ദാറ്റ് ഈസ് 64 ജൂൾസ്. ഓക്കെ, വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ മതി കേട്ടോ. അടുത്തത് വർക്ക് എനർജി തിയറായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എ കാർ ഓഫ് മാസ് 1000 കിലോഗ്രാം ട്രാവലിംഗ് അറ്റ് 20 മീറ്റർ പെർ സെക്കൻഡ്. ഒരു കാർ 20 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ മാസ് തന്നിട്ടുണ്ട്. ബ്രോട്ട് ടു റെസ്റ്റ്, അതായത് ഫൈനൽ വെലോസിറ്റി 0 ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 20 ആണ്. യൂസിങ് എ കോൺസ്റ്റന്റ് ബ്രേക്ക് ഫോഴ്സ്, കോൺസ്റ്റന്റ് ബ്രേക്കിംഗ് ആണ്, ബ്രേക്കിംഗ് ഫോഴ്സ് എന്നാണ് കേട്ടോ. ഫൈൻ ദ വർക്ക് ഡൺ റിക്വയർഡ്. ഇതിനാവശ്യമായ വർക്ക് ഡൺ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. വർക്ക് എനർജി തിയറം യൂസ് ചെയ്യാം. വർക്ക് ഡൺ ഈസ് ഇക്വൽ ടു ഡെൽറ്റ കെ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. കൈനറ്റിക് എനർജിയിലെ ചേഞ്ച് ആണ്. കൈനറ്റിക് എനർജി ചേഞ്ച് ½ × m × v² - u² ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ½ ഇൻറ്റു മാസ് എത്ര? 1000 ആണ്. ഫൈനൽ വെലോസിറ്റി 0, ഇനീഷ്യൽ വെലോസിറ്റി 20, അതിൻ്റെ സ്ക്വയർ കൊടുക്കുന്നു. അപ്പോൾ ½ ഇൻറ്റു 1000 ഇൻറ്റു 400 വരും. സോൾവ് ചെയ്താൽ ഇവിടെ ഒരു മൈനസ് വരും, കാരണം 0 മൈനസ് അല്ലേ. ആ മൈനസ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എടാ, കാരണം സ്റ്റോപ്പല്ലേ ചെയ്യുന്നത്, കാറിൻ്റെ എതിരെയല്ല, അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എതിരെയല്ല നമ്മളിവിടെ ഫോഴ്സ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് മൈനസ് കേട്ടോ. സോ ഇതാണ് ബ്രേക്കിംഗ് ഫോഴ്സ്, മൈനസ് ആയിരിക്കും കേട്ടോ. മൈനസ് വരാൻ നിർബന്ധമാണ്. ഇനി പവറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് എനർജി കൺസ്യൂംഡ് ബൈ 100 വാട്ട് ബൾബ് വിച്ച് ഈസ് ഓൺ ഫോർ 10 hours. ഒരു ബൾബുണ്ട്, ബൾബിൻ്റെ പവർ 100 വാട്ടാണ്, അത് 10 മണിക്കൂറാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ അവിടെ എത്ര എനർജി കൺസ്യൂം ചെയ്തു എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പവർ ഈസ് ഇക്വൽ ടു എനർജി കൺസ്യൂംഡ് അല്ലെങ്കിൽ എനർജി ട്രാൻസ്ഫേർഡ് ബൈ ടൈം എന്ന് എഴുതാം. ഓർ എനർജി ഈസ് ഇക്വൽ ടു പവർ ഇൻറ്റു ടൈം. പവർ എത്ര? 100 ഇൻറ്റു ടൈം സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം നിർബന്ധമില്ല, ഞാൻ ഇങ്ങനത്തെ എഴുതുന്നത്, ഞാൻ പഠിപ്പിച്ചു തരാം. 100 ഇൻറ്റു 10 hours, 10 hour ആണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, 1000, ഇയാളെ യൂണിറ്റ് എന്താ? ഇയാളെ യൂണിറ്റ് വാട്ട്, ഇയാളെ യൂണിറ്റ് ഹവർ. അപ്പോൾ 1000 വാട്ട് ഹവർ. 1000 വാട്ട് എന്ന് പറഞ്ഞാൽ 1 കിലോ വാട്ട്. അപ്പോൾ 1 കിലോ വാട്ട് ഹവർ. 1 കിലോ വാട്ട് അവർ നമ്മുടെ വീട്ടിലെ KCB ഒക്കെ അളക്കുന്ന ഇലക്ട്രിക്കൽ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആണ് അല്ലേ, കിലോ വാട്ട് അവർ. ഓർ ഇതിനെ വേണേൽ കൺവേർട്ട് ചെയ്യാം. എങ്ങനെ? നിങ്ങൾക്ക് ഇതിനെ ×60 × 60 അല്ലെങ്കിൽ ×3600 മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇയാളെ ×3600 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ ഇൻ ജൂൾസ്. അതിൻ്റെ ആവശ്യമില്ല, എങ്ങനെ വേണം എഴുതിയാലും മതി. ദിസ് ഇസ് ഓൾസോ യൂണിറ്റ് ഓഫ് എനർജി. SI യൂണിറ്റ് അല്ല എന്നുള്ളൂ, പക്ഷേ യൂണിറ്റ് ഓഫ് എനർജിയാണ്. അടുത്തത് പവറുമായി ബന്ധപ്പെട്ട ഒരു NCERT ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പറയുന്നു, ഒരു എലവേറ്റർ ഉണ്ട്, ക്യാരി എ മാക്സിമം ലോഡ് ഓഫ് 1800 കിലോഗ്രാം. അപ്പോൾ അയാളുടെ മാക്സിമം ലോഡ് 1800 കിലോഗ്രാം ആണ്. അപ്പോൾ ഇയാളെ മാസും ഈ എലവേറ്ററിൻ്റെ മാസും ഇതിൻ്റെ അകത്തുള്ള ആൾക്കാരെ മാസം കൂടി അടക്കാണ്. അപ്പോൾ അയാളെ മാസം എത്രയാണ്? 1800 കിലോഗ്രാം. അയാളെ മാസും അതിലെ പാസഞ്ചറുടെ മാസും അടക്കാണ്, അത് പ്രത്യേകം പറയുന്നുണ്ട്. മൂവിങ് അപ്പ് വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡിൽ മുകളിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. 2 മീറ്റർ പെർ സെക്കൻഡിൽ മുകളിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഒപ്പോസിങ് ദ മോഷൻ. താഴോട്ട് എന്തായാലും ഇയാളെ വെയിറ്റ് ഉണ്ടാവില്ലേ, അപ്പോൾ mg താഴോട്ട് ഉണ്ടാവും. പോരാത്തതിന് ഇയാൾ മുകളിലോട്ട് പോകുമ്പോൾ ഫ്രിക്ഷൻ കൊണ്ടുണ്ടാവുക, ഫ്രിക്ഷൻ ഫോഴ്സ് താഴോട്ട്. ആ ഫ്രിക്ഷൻ ഫോഴ്സ് താഴോട്ടുണ്ട്. ഞാൻ സ്മോൾ എഫ് എന്ന് കൊടുത്തു. ഫ്രിക്ഷൻ ഫോഴ്സ് എത്രയാണ്? 4000 ന്യൂട്ടനാണെന്ന് പറഞ്ഞു. അപ്പോൾ താഴോട്ട് എന്തൊക്കെ ഉണ്ടാവും? താഴോട്ട് അയാളെ വെയിറ്റും ഉണ്ടാവും, ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. മുകളിലോട്ട് എന്താണ്? ആ മോട്ടർ, നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടർ കൊടുക്കുന്ന ഫോഴ്സാണ്. ശരി, ഡിറ്റർമിൻ ദ മിനിമം പവർ. മുകളിലോട്ട് പോകാൻ ആവശ്യം മിനിമം പവറാണ്. മിനിമം പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ മുകളിലോട്ടുള്ള എഫ് അതെന്തിന് മിനിമം ആയിരിക്കണം? മിനിമം എന്തിനായിരിക്കണം? താഴോട്ടുള്ള ഇവരെങ്കിലും മിനിമം ബാലൻസ് ചെയ്യണം അല്ലേ. ശരി, അത് ഗ്രേറ്റർ ആയിരിക്കണം, പക്ഷെ നമുക്ക് മിനിമം അല്ല ചോദിച്ചു. അപ്പോൾ മുകളിലോട്ടുള്ള ഫോഴ്സ് F ഈസിക്കൽ താഴോട്ട് ഇറക്കുക mg + F. നേരെ കൊടുത്താൽ മതി. F ഈസിക്കൽ ടു മാസ് 1800 കിലോഗ്രാം ആണ്. ജീൻ്റെ വാല്യൂ 10 എടുത്തോ. അപ്പോൾ 1800 × 10 ഇൻറ്റു ഫ്രിക്ഷൻ ഫോഴ്സ് എത്ര? ഫ്രിക്ഷൻ ഫോഴ്സ് 4000 ആണ് അല്ലേ. നേരെ ആഡ് ചെയ്താൽ മതി, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ 18000 + 4000 22000 ന്യൂട്ടൺ ഫോഴ്സ് കിട്ടി. മുകളിലേക്ക് ആവശ്യമായ ഫോഴ്സ് കിട്ടി. പക്ഷെ നമ്മൾ ചോദിച്ചത് പവർ കാണാൻ, പവർ ഡെലിവേർഡാണ്. പവറിൻ്റെ മിനിമം വാല്യൂ നമ്മളോട് ചോദിച്ചത് അല്ലേ. അപ്പോൾ പവറിൻ്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ F.V, P = F.V എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എത്ര? cos തീറ്റയിൽ തീറ്റ എത്ര? എടാ, ഫോഴ്സ് മുകളിലോട്ടാണ്, വെലോസിറ്റിയും മുകളിലോട്ടാണ്, രണ്ടും സെയിം ഡയറക്ഷൻ അല്ലേ. 0 cos 0 ആണ് വരിക. അപ്പോൾ cos 0ൻ്റെ വാല്യൂ 1 ആണ്. ആംഗിൾ 0, cos 0ൻ്റെ വാല്യൂ 1. അപ്പോൾ ഈ ടേം എഴുതേണ്ട ആവശ്യമില്ല, ദാറ്റ് ഈസ് 1. അപ്പോൾ F × V ഫോഴ്സ് എത്ര? 22000 ഇൻറ്റു
വെലോസിറ്റി എത്ര കോൺസ്റ്റന്റ് വെലോസിറ്റി 2 ആണ്. സോ 44,000 വാട്ട് എന്ന് കിട്ടും. ഇനി അത് നമ്മളോട് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? അത് ഹോസ് പവറിലോട്ട് കൺവേർട്ട് ചെയ്യാനുണ്ട്. ഹോസ് പവറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ യു വിൽ ഹാവ് ടു ഡിവൈഡഡ് ബൈ 746. 746 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ആൻസർ ഇൻ HP ഹോസ് പവർ കേട്ടോ. സോ വാട്ടിൽ നിന്ന് ഹോസ് പവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 746 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് ചാപ്റ്റർ, അതായത് നമ്മളെ 10ാമത്തെ ചാപ്റ്റർ സോളിഡ്സിലോട്ട് പോകും കേട്ടോ. സോളിഡ്സ് കുഞ്ഞു ചാപ്റ്ററാണ്, ന്യൂമറിക്കൽസ് വലിയ പ്രശ്നം വരാറില്ല. അപ്പോൾ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ഫോഴ്സ് ബൈ ഏരിയ, ഏത് സ്ട്രെസ് ആണെങ്കിലും ഫോഴ്സ് ബൈ ഏരിയ, സ്ട്രെയിൻ ആണെങ്കിൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഇനി യങ്സ് മോഡുലസ് ആണെങ്കിൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ഡിവൈഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ. ഇനി ബൾക്ക് റിജിഡിറ്റി അല്ലെങ്കിൽ ഷിയർ മോഡുലസ് ആണെങ്കിൽ സ്ട്രെസ് ഫോഴ്സ് ബൈ ഏരിയ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് ബൈ എൽ. വേണമെങ്കിൽ അവിടെ തീറ്റ വെച്ചുള്ള പ്രോബ്ലം വരാറുണ്ട്. തീറ്റൻ്റെ വാല്യൂ എന്തായിരിക്കണം? റേഡിയനിൽ എടുക്കണം. ഇനി ബൾക്ക് മോഡുലസ് ആണെങ്കിൽ സ്ട്രെസ്സിന് നമ്മളവിടെ എക്സസ് പ്രഷർ പി അല്ലെങ്കിൽ ഡെൽറ്റ പി എന്ന് എഴുതുക, ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ വി. അവിടെ ഒരു മൈനസ് നമ്മൾ കൊടുക്കും കേട്ടോ, മൈനസ് കൊടുക്കാറുണ്ട്. സോ ഇതാണ് ഇവരുമായി ബന്ധപ്പെട്ട 3 ഇക്വേഷൻസ്. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ആണ് കൂടുതൽ വരാറ്. സോ ലെറ്റ്സ് ബിഗിൻ. യങ്സ് മോഡുലസിൻ്റെ ഒരു കുഞ്ഞ് പ്രോബ്ലം ചെയ്യാം. ഇത് ഡിലീറ്റഡ് ടോപ്പിക് ആണോ ചോദിച്ചാലാണ്, പക്ഷേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, റീസെൻ്റായി വന്നിട്ടുണ്ട്. എ സ്റ്റീൽ റോഡ് ഓഫ് ലെങ്ത്, ഒരു സ്റ്റീൽ റോഡ് ഉണ്ട്, ലെങ്ത് 1 മീറ്റർ ആണ്, ഡയമീറ്റർ 2 മീറ്റർ ആണ്. അപ്പോൾ റേഡിയസ് എത്ര? റേഡിയസ് 1 മീറ്റർ. എക്സ്റ്റെൻഡഡ് യൂസിങ് എ ടെൻസൈൽ ഫോഴ്സ്, അതായത് ഉപയോഗിച്ച ഫോഴ്സ് 5 കിലോ ന്യൂട്ടൺ. അപ്പോൾ ഫോഴ്സ് എത്ര? 5 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 5 × 10⁻³ ന്യൂട്ടൺ, കിലോ 10⁻³ ഫൈൻഡ് ദ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ആരാ? ഡെൽറ്റ എൽ ആണ് കാണേണ്ടത്. ഓഫ് റോഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട് 2 × 10⁻11. അപ്പോൾ ക്വസ്റ്റിൽ പറയാൻ എന്താ? ഒരു സ്റ്റീൽ റോഡ് അങ്ങനെ പിടിച്ചു വലിച്ചു, ഉപയോഗിച്ച ഫോഴ്സ് തന്നിട്ടുണ്ട്, അയാളെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, അതിന് നമുക്ക് റേഡിയസ് കാണാൻ പറ്റും. ആൻഡ് അപ്പോൾ എത്ര നമ്മളിങ്ങനെ ഒരു റോഡിന് പിടിച്ചു വലിച്ചപ്പോൾ എത്രയാണ് എക്സ്റ്റെൻഡ് ചെയ്തത്, എത്രയാണ് അവിടുത്തെ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് ചോദിച്ചു. നമ്മൾ യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ എന്താ? അത് റീഅറേഞ്ച് ചെയ്താൽ FL ഡിവൈഡഡ് ബൈ A ഡെൽറ്റ എൽ. യങ്സ് മോഡുലസിൻ്റെ ഈക്വേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കാണേണ്ട ആരാ? നമുക്ക് കാണേണ്ട ഈ ഡെൽറ്റ എൽ കൊണ്ടുപോയി യങ്സ് മോഡുലസും കൊണ്ടുവരട്ടെ. സോ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു FL ഡിവൈഡഡ് ബൈ AY. FL ഡിവൈഡഡ് ബൈ AY. വാല്യൂസ് കൊടുത്തോ? F കൊടുത്തു 5 × 10⁻³ കൊടുത്തു, L കൊടുത്തു 1 ആണ്, ലെങ്ത് 1 ആണ് അല്ലേ. ഇതെന്നോടെ 10⁻³ കിലോ ന്യൂട്ടൺ ആയതുകൊണ്ടാണ്. ഇനി ഏരിയ ശ്രദ്ധിക്കണം, ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ πr² ആണ് കേട്ടോ, πr² ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. പൈൻ്റെ വാല്യൂ റേഡിയസ് 1 ആയതുകൊണ്ട് 1² എന്ന് എഴുതിയാൽ മതി, വലിയ പ്രശ്നമില്ല. പൈൻ്റെ വാല്യൂ കൊടുത്താൽ മതി. ഇൻറ്റു യങ്സ് മോഡുലസ് എത്ര? 2 × 10⁻11. കാൽക്കുലേറ്റ് ചെയ്ത് എത്ര ആൻസർ പറ? നമുക്ക് മീറ്ററിലായിരിക്കും ആൻസർ കിട്ടുക, കാരണം എന്താ നമ്മൾ ഡെൽറ്റ എല്ലാം കാണുന്നത് കേട്ടോ. ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത്രയും നേരം കണ്ടിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കമൻറ്റ് പറയണേ. ഒരു ചെറിയൊരു അപ്രിസിയേഷൻ. എങ്കിൽ അടുത്തത് ഫൈൻഡ് ദ കംപ്രസിബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ഹാവിംഗ് ബൾക്ക് മോഡുലസ് വന്നിട്ടുണ്ട്. അതിന് കംപ്രസിബിലിറ്റി കാണാനാണ്. കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ബൾക്ക് മോഡുലസിൻ്റെ റെസിപ്രോക്കലാണ്. ഇത് ഒരുപാട് വന്ന ചോദ്യമാണ്. ബൾക്ക് മോഡുലസിൻ്റെ വാല്യൂ 2 × 10⁻10 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 1/2 എന്ന് പറഞ്ഞാൽ 0.5, 10⁻10 മുകളിൽ പോയാൽ 10⁻−10. യൂണിറ്റ് നേരെ റിവേഴ്സ് ആവും, m²/N. ഡയറക്റ്റ് ചോദ്യമാണ് കേട്ടോ. അടുത്ത ചോദ്യം, സ്ട്രെസ് സ്ട്രെയിൻ കർവ് ടെൻസൈൽ മെറ്റീരിയൽ തന്നിട്ടുണ്ട്. ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ്. അതായത് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വന്നിട്ടുണ്ട്, അയാൾ സ്ട്രെയിറ്റ് ലൈൻ ആണ്, 30 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് യങ്സ് മോഡുലസ് കാണാനാണ് പറഞ്ഞത്. നമുക്കറിയുന്ന കൺസെപ്റ്റ് എന്താ? സ്ലോപ്പ് കണ്ടാൽ യങ്സ് മോഡുലസ് വരും. പക്ഷേ നമ്മളോട് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇഗ്നോർ ദ പവർ ഓഫ് 10, 10ൻ്റെ പവർ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഡയറക്റ്റ് ആണ്. സ്ലോപ്പ് കാണാൻ tan θ യൂസ് ചെയ്യാം. സോ tan 30 കണ്ടാൽ യങ്സ് മോഡുലസ് കണ്ടു. സോ y = tan 30 എന്ന് പറഞ്ഞാൽ 1/√3. അതിൻ്റെ കൂടെ ഒരു 10ൻ്റെ പവർ ഉണ്ടാവും, അത് നമ്മളോട് ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞു, നമ്മളോട് മൈൻഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. മേ ബി 10⁻10, 10⁻11 Nm/m², അറിയില്ല. നമുക്ക് 1/√3 യൂണിറ്റ് എന്തായിരിക്കും? Nm/m². 10ൻ്റെ പവർ മൈൻഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു അല്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്തതിലോട്ട് പോവുകയാണ്. അടുത്ത് നമുക്ക് എന്താണ്? ചാപ്റ്റർ മാറി. അടുത്ത് നമ്മൾ എന്താണ്? 10 തെർമൽ പ്രോപ്പർട്ടിയിലോട്ട് എത്തി. അപ്പോൾ വളരെ ക്വിക്കായിട്ട് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്, ഇത് എല്ലാ കുട്ടികൾക്കും അത്ര സ്വീകാര്യത ഉണ്ടാവില്ല, കാരണം ഈ വീഡിയോ ആ ഒരു ഓഡിയൻസിനുള്ളതാണ്. കാരണം കുറച്ച് നല്ല ചോദ്യങ്ങളാണ്, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം അത്ര മതി, കുറഞ്ഞ സമയത്ത് മാക്സിമം ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ ഷെയർ ചെയ്യണം. ഫ്രണ്ട്സിൽ ക്ലാസ്സിൽ പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യട്ടോ, അവർക്ക് ഡെഫിനറ്റ്ലി ഇത് യൂസ്ഫുൾ ആവും. അപ്പോൾ ടെമ്പറേച്ചർ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ 3 ഇക്വേഷൻ കൂടി ഒരുമിച്ച് പഠിക്കേണ്ട. ഡിഗ്രി സെൽഷ്യസും ഫാരൻഹൈറ്റും മാത്രം പഠിച്ചാൽ മതി. C/F = F-32/9 പഠിക്കാം. ഇനി സെൽഷ്യസിലുള്ള സാധനം ഫാരൻഹൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലേ? എന്താ പരിപാടി? C+ എന്താണ്? 273.15 അല്ലേ? 273.15 എന്ന് എടുക്കാമെങ്കിൽ 273 എടുത്താലും മതി. ഇനി 3 കോഫിഷ്യൻ്റ് ആൽഫ, ബീറ്റ, ഗാമ. ലീനിയർ ആകുമ്പോൾ ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി. ഇനി ഏരിയ ആകുമ്പോൾ ബീറ്റ ആയിരിക്കും കോഫിഷ്യൻ്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ. സോ ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ ടി. കണ്ടോ, ഈ എല്ലും എങ്ങനെ മാറി വരുന്നുള്ളൂ.
ഇപ്പോൾ ഇവിടെ ഡെൽറ്റ എ ബൈ എ എന്നാവും, ഇവിടെ ഡെൽറ്റ വി ബൈ വി എന്നാവും. ഇയാളുടെ പേര് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. പ്രോബ്ലംസ് കൂടുതൽ എല്ലാവരും വന്നിട്ടുള്ളതൊക്കെ ആൽഫ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനെങ്ങനെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. ഹീറ്റ് കപ്പാസിറ്റിയിൽ വെറും ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഇനി സ്പെസിഫിക് ഹീറ്റ് ആകുമ്പോൾ ഡെൽറ്റ ക്യൂ ബൈ ടി ഇവിടെ താഴെ മാസ് ഡിവൈഡ് ചെയ്യുക. ഇനി മോളാർ സ്പെസിഫിക് ഹീറ്റ് ആകുമ്പോൾ ഇവിടെ മാസ് ഡിവൈഡ് ചെയ്ത നേരം ഇവിടെ എന്ത് ചെയ്യുക, നമ്പർ ഓഫ് മോൾസ് മ്യൂ അല്ലെങ്കിൽ എന്നോട് ഡിവൈഡ് ചെയ്യാം. വലിയ പ്രശ്നമൊന്നുമില്ല, കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇനി ന്യൂട്ടൺസ് കൂളിംഗ് ആണ്. ന്യൂട്ടൺസ് കൂളിംഗിൽ ഈ റിലേഷൻഷിപ്പ് പഠിക്കുക, മൈനസ് ഡി ക്യൂ ബൈ ഡി ടി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി, മൈനസ് ഡി ക്യൂ ബൈ ഡി ടി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി. അത് വെച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാം കേട്ടോ. സോ നമുക്ക് ഇനി നേരെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടെമ്പറേച്ചർ ഓഫ് എ നോർമൽ ഹ്യൂമൻ ബോഡി 98.6 ഫാരൻഹൈറ്റ് ആണ്. ഇത് ടെമ്പറേച്ചർ സെൽഷ്യസിലും കെൽവിനിലും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞത്. സെൽഷ്യസിലും കെൽവിനിലും എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സെൽഷ്യസും ഫാരൻഹൈറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് C/5 = F-32/9. C/5 എഫിൻ്റെ വാല്യൂ എത്ര 98.6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, -32/9. സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് 37 ഡിഗ്രി സെൽഷ്യസ്. വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇനി കെൽവിൻ കാണണമെങ്കിൽ യു ഹാവ് ടു എന്താണ് 273.15 കൂടെ ആരെ ആഡ് ചെയ്യുക, ഈ കാണുന്ന 37 ആഡ് ചെയ്യുക. സോ കെൽവിൻ സ്കെയിൽ ഇറ്റ് വിൽ ബി 310. ദിസ് വിൽ ബി 310.15 കെൽവിൻ. ഓക്കെ, ഡയറക്റ്റ് ചോദ്യമാണ് അല്ലേ. അടുത്തത് ഇത് നിങ്ങൾക്ക് ഹോംവർക്കാണ്. ഹോംവർക്ക് ചെയ്ത് നോക്കുക. അതൊക്കെ പ്രാക്ടീസിനാണ്. ഇതൊക്കെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയി വന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. എങ്കിൽ അടുത്ത്, അറ്റ് വാട്ട് ടെമ്പറേച്ചർ ഡു ദ സെൽഷ്യസ് ആൻഡ് ഫാരൻഹൈറ്റ് തെർമോമീറ്റർ ഹാവ് സെയിം ന്യൂമറിക്കൽ വാല്യൂ? അതായത് സെൽഷ്യസ് സ്കെയിലും ഫാരൻഹൈറ്റിലും സെയിം ന്യൂമറിക്കൽ വാല്യൂ. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്താ, C/5 = F-32/9 അല്ലേ. സെയിം വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ എഫ് കൊടുക്കുന്നതിന് വരെ സി കൊടുത്താൽ മതി. ദാറ്റ് ഈസ് C = F എന്ന് കൊടുത്താൽ മതി. അപ്പോൾ എഫിന് വരെ സി കൊടുത്തു. സോൾവ് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 9C = 5C - 5 × 32 160. അപ്പോൾ ഇനി 5C അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 9C - 5C 4C. 4C = -160 or C = -160/4, that is -40 degree Celsius or -40 degree Fahrenheit. അടുത്ത് അതാ ലീനിയർ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. എ സ്റ്റീൽ ബീം ഓഫ് ലെങ്ത് തന്നിട്ടുണ്ട് 5 മീറ്റർ, kept at a temperature of 200 degree Celsius. 200 degree Celsius ആയ ആദ്യം ഡെൽറ്റ ടി ആക്കരുത്. 200 degree Celsius ആദ്യമാണ്. ഓൺ എ ഹോട്ട് ഡേ ദ ടെമ്പറേച്ചർ റൈസസ് ടു 400 degree Celsius. അപ്പോൾ 200 400 കൂടി. അപ്പോൾ ഡെൽറ്റ ടി ആണ് നമ്മൾ കാണേണ്ടത്. സോ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ. 400 - 200. സോ 200 degree Celsius ആണ് അവിടുത്തെ ഡെൽറ്റ ടി. അത് ഈ 200 ആണോ? അല്ല, 400 - 200 കഴിഞ്ഞപ്പോൾ 200 കിട്ടിയോണ്ടാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കാം. ഇനി ചേഞ്ച് ഇൻ ഇറ്റ്സ് ലെങ്ത്തിലെ ചേഞ്ചാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അത് ഡെൽറ്റ അല്ല ചോദിച്ചത്. ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ, അവിടുത്തെ എക്സ്പാൻഷനാണ് ചോദിച്ചത്. കോഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ വന്നിട്ടുണ്ട്. എന്താ ആൽഫൻ്റെ ഇക്വേഷൻ? ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത വരെ. അപ്പോൾ ഡെൽറ്റ എൽ = ആൽഫ ഇൻറ്റു എൽ ഡെൽറ്റ ടി. ആൽഫൻ്റെ വാല്യൂ കൊടുക്കുന്നു 1.2 × 10⁻⁵ കൊടുക്കുന്നു. എല്ലിൻ്റെ വാല്യൂ കൊടുക്കുന്നു 5 ആണ്. ഇൻറ്റു ഡെൽറ്റ ടീൻ്റെ വാല്യൂ 200 ആണ്. നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ആൻ ആൻസർ. കാൽക്കുലേഷനോട് ഒരു കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ആൻഡ് ദാറ്റ് വിൽ ബി ഇൻ മീറ്റർ. ആൻസർ കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ പറഞ്ഞു. എന്നിട്ട് ബാക്കിയുള്ളവരായിട്ട് കറക്റ്റ് ആണോ നിങ്ങൾ വെരിഫൈ ചെയ്യണേ. കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മടിക്കരുത്. നിങ്ങൾ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ കമൻറ്റ് ചെയ്യുക. ഗൂഗിളും ചെയ്ത് കമൻറ്റ് ചെയ്യും. മേ ബി ശരിക്കും, മേ ബി റൈറ്റ് ആയിരിക്കും. രണ്ട് ശരിയല്ലേ, മേ ബി റൈറ്റ് ആൻഡ് മേ ബി റോങ്. ബട്ട് നിങ്ങൾ അത് ചെയ്യണം കേട്ടോ, ചെയ്ത് നോക്കണം. എങ്കിൽ അടുത്ത് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു കൺവേർട്ട് 1 kilogram ഓഫ് വാട്ടർ ടു സ്റ്റീം. വാട്ടറിന്ന് സ്റ്റീമിലോട്ടാണ് അല്ലേ. സോ ലിക്വിഡിന്ന് ഗ്യാസിലോട്ടാണെങ്കിൽ അവിടെ ഏതാണ്? LV, വാപ്പറൈസേഷനാണ് വരിക. ഓക്കെ, അപ്പോൾ ലാറ്റൻ ഹീറ്റ് ഓഫ് വാപ്പറൈസേഷനാണ് വരിക. ലാറ്റൻ ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ്റെ ഇക്വേഷൻ ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ എം എന്നാണ് കേട്ടോ. ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ എം എന്നാണ് ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അല്ലെങ്കിൽ വാപ്പറൈസേഷൻ. രണ്ട് സെയിം ഇക്വേഷനാണ്. അപ്പോൾ ഡെൽറ്റ ക്യൂ എഴുതിയില്ലെങ്കിലും Q/M എന്ന് എഴുതിയാലും മതി. ബേസിക്കലി അവിടെ ആവശ്യമായ ക്യൂ. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ എന്താ, ഈ ക്യൂവിൻ്റെ വാല്യൂ ആണ് അല്ലെങ്കിൽ ഡെൽറ്റ ക്യൂവിൻ്റെ വാല്യൂ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ, LV × M. ഒന്നും ചെയ്യാനില്ല, നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഡെൽറ്റ ക്യൂ നമുക്ക് ആവശ്യമായ ഹീറ്റ് റിക്വയർഡ് എത്രയാണ്? LV × M. LV എന്ന് പറഞ്ഞാൽ ലാറ്റൻ ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ തന്നിട്ടുണ്ട്. 22.6 × 10⁵ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആരാ മാസ് എത്ര? മാസ് 10 kilogram. മൾട്ടിപ്ലൈ ചെയ്തു. സോ 22.6 × 10⁻⁶ ജൂൾസ്. ഡയറക്റ്റ് ചോദ്യമാണ് കേട്ടോ. കഴിഞ്ഞു. ഇനി അങ്ങനെയാണെങ്കിൽ ഇതാ എടാ, ഇത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്. ഇതൊരു കിഡ് ക്വസ്റ്റ്യൻ ആട്ടോ. നമ്മൾ NCERT ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. എ പാൻ ഫിൽഡ് വിത്ത് ഹോട്ട് ഫുഡ്. ഒരു പാൻ ഉണ്ട്, അത് ഫിൽഡ് വിത്ത് ഹോട്ട് ഫുഡാണ്. കൂൾസ് ഫ്രം 94 degree Celsius to 86 degree Celsius. 94 degree Celsius 86 degree Celsius ആയിട്ട് കുറയാണ്. സോ 94 degree Celsius 86 degree Celsius ആയിട്ട് ആദ്യം കുറഞ്ഞു ഇൻ 2 minutes എന്നുള്ള കാര്യമാണ് ആദ്യം പറഞ്ഞത് അല്ലേ. ശരി, അപ്പോൾ പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? റൂം ടെമ്പറേച്ചർ 20 degree Celsius ആണ്. പിന്നെ അതേപോലെ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് പറയാണ് 71 degree Celsius 69 degree Celsius ആയിട്ട് കുറയണം. എത്ര ടൈം കൊണ്ടാണ് അല്ലേ? ഇൻ T ടൈം. അപ്പോൾ അങ്ങനെയാണ് ടീൻ്റെ വാല്യൂ എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. എങ്ങനെ അതിലേക്ക് എത്താം
നോക്കിയോ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത് -dq/dt ഈസ് ഈക്വൽ ടു വേണമെന്നില്ല, ഈസ് പ്രൊപ്പോർഷണൽ വെച്ച് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി എന്നാ. ശരി, അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഈ ഭാഗത്ത് -dq എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, അതായത് എത്ര ടെമ്പറേച്ചറാണ് കുറഞ്ഞതെന്നാ. 94 - 86 എത്ര, 8. അപ്പോൾ ഇവിടെ 8 ആണ് -dq. ഇവിടുത്തെ -dqൻ്റെ വാല്യൂ എത്രയാണ്, 8 -8 കൊടുക്കേണ്ട, 8 കൊടുത്തത് കുറഞ്ഞതല്ലേ. അപ്പോൾ 8 ഡിവൈഡഡ് ബൈ അതിനകത്തെ ടൈം എത്ര, 2 minutes. സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യണ്ട, ബൈ 2, 8/2 മനസ്സിലായോ. 94 - 86 8 -dqൻ്റെ സ്ഥാനത്ത് 8 കൊടുത്താൽ മതി, മൈനസ് എക്സ്ട്രാ കൊടുക്കേണ്ട, ഡിവൈഡഡ് ബൈ 2 പ്രൊപ്പോർഷണൽ ടു. ഇനിയാണ് അടുത്ത കൺഫ്യൂസിങ് പാർട്ട്. ഈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ് ബോഡി ടെമ്പറേച്ചർ ആൻഡ് സറൗണ്ടിങ് ടെമ്പറേച്ചറാണ്. പക്ഷെ ഇവിടെ ആംബിയൻ ടെമ്പറേച്ചർ കൺസെപ്റ്റ് എടുക്കണം. അപ്പോൾ ഇവിടെ ഡെൽറ്റ ടി എടുക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നോക്കിയോ, ഇവിടുത്തെ ഈ 94ൻ്റെ 86ൻ്റെ ആവറേജ് കാണണം. അപ്പോൾ എത്ര, 94 + 86 ഇല്ലേ, അതിൻ്റെ ആവറേജ് എത്ര, അതിൻ്റെ ആവറേജ് 94 86 ആഡ് ചെയ്താൽ ദാറ്റ് ഈസ് 180/2 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി സെൽഷ്യസ്. ആ 90 ഡിഗ്രി സെൽഷ്യസ് ആരെ മൈനസ് ചെയ്യണം അറിയോ, നമ്മൾ റൂം ടെമ്പറേച്ചർ എത്ര, 20 ഡിഗ്രി സെൽഷ്യസ്. ഇത് മൈനസ് ചെയ്യണം, ഇതാണ് പരിപാടി. ക്ലിയർ ആണ്. അപ്പോൾ എത്ര ആയിരിക്കും, 8/2 ദാറ്റ് ഈസ് 4 പ്രൊപ്പോർഷണൽ ടു, ഇതിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും, ദാറ്റ് ഈസ് 70. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. 4 പ്രൊപ്പോർഷണൽ 70. കട്ട് ചെയ്യരുത്, അവിടെ കട വെയിറ്റ് 4 പ്രൊപ്പോർഷണൽ ടു 70. ഇനി അതേപോലെ അവിടെ ഇതാ, ഇവിടുത്തെ ടെമ്പറേച്ചറിൽ ചേഞ്ച് എത്ര, 71 നിന്ന് 69 ആയിട്ട് കുറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടുത്തെ -dq എത്ര, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്ര, 70 ഇതിലേക്ക് പോയാൽ ദാറ്റ് ഈസ് 2. -2 എഴുതണോ വേണ്ട. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ എഴുതാം, 2 ഡിവൈഡഡ് ബൈ അതിനകത്ത് ടൈം നമുക്ക് അറിയില്ല, ഡിവൈഡഡ് ബൈ ടി പ്രൊപ്പോർഷണൽ ടു. ഇനി നമ്മൾ നേരത്തെ പോലെ ഇവിടുത്തെ ആംബിയൻ ടെമ്പറേച്ചർ എന്ന കൺസെപ്റ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയും നമ്മൾ ആവറേജ് എടുക്കണം. അപ്പോൾ ആവറേജ് എങ്ങനെ എടുക്കുക, 71 + 69 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എത്ര ആയിരിക്കും, 140. അപ്പോൾ എത്ര, 70 എന്നാണ് അല്ലേ, 70 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്, 70 മൈനസ് അവിടുത്തെ റൂം ടെമ്പറേച്ചർ എത്ര, 20. സെയിം പരിപാടി. ക്ലിയർ ആയോ. ഈ 70 എങ്ങനെ കിട്ടിയത്, അവിടുത്തെ ആ രണ്ടിൻ്റെ ആവറേജ് എടുത്തു. ഇവിടെ അത് 90 എങ്ങനെ കിട്ടി, അതിൻ്റെ ആവറേജ് എടുത്തു. പ്രശ്നം തീർന്നല്ലോ. അപ്പോൾ അത് എത്ര വരും, 2/t പ്രൊപ്പോർഷണൽ ടു ദാറ്റ് ഈസ് 50. ദിസ് ഈസ് ഇക്വേഷൻ 2. 1/2 or 2/1 എന്ത് വേണം ചെയ്യാം കേട്ടോ. ഞാൻ 2/1 ചെയ്യുന്നു, ഞാൻ 2 ഡിവൈഡഡ് ബൈ 1 ചെയ്യുന്നു. 1 ഡിവൈഡഡ് ബൈ ചെയ്തിട്ട് ടീൻ്റെ വാല്യൂ എത്രയെന്ന് നിങ്ങൾ നോക്ക് കേട്ടോ. അത് മിനിറ്റ്സിലാണ് ആൻസർ കിട്ടുക, കാരണം നമ്മൾ മിനിറ്റ്സിലാണ് പ്രോബ്ലം ചെയ്തത് കേട്ടോ. ചെയ്ത് നോക്ക്, സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ആണെന്നില്ല. സോ ചെയ്ത് നോക്കുക കേട്ടോ, എത്ര ആൻസർ കിട്ടാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഹോപ്പ്ഫുൾ എൻ്റെ പ്രതീക്ഷ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ്. ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ. സോ ബൈ, നന്നായിട്ട് പഠിക്കുക.